ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൗണ്ട് ബോഡേഴ്സ്. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയ സിസ്റ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു 5.1 DSP കിറ്റ് വെച്ച് ചെയ്തേക്കുന്ന ഒരു ആംപ്ലിഫയർ ആണ്. ഒരു ചാനലിൽ ഒരു 100 വാട്ട് വെച്ചിട്ട് 5 ചാനലും അതുപോലെ തന്നെ സബ് ഓഫർ ഒരു 300 വാട്ടിൽ വരുന്ന സബ് ഓഫർ ബോർഡുമാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഈ ആംപ്ലിഫയറിന് ഓർഡർ തന്നേക്കുന്നത് നമ്മുടെ കൊല്ലത്തുനിന്ന് സന്തോഷേട്ടൻ നന്ദനം ഫർണിച്ചേഴ്സ് എന്ന് പറഞ്ഞ് സ്ഥാപനം നടത്തുന്ന സന്തോഷേട്ടനാണ്. സന്തോഷേട്ടന് വേണ്ടിയുള്ള ആംപ്ലിഫയറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോയത് എങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നത്, എന്തൊക്കെയാണ് നമുക്ക് വന്നേക്കുന്നത്. ഇതിപ്പോൾ ആ കിറ്റ് ഒരുപാട് നാളായി, ഒരു 3-4 മാസത്തിൽ മേളിലായി. അപ്പോൾ ഏകദേശം ഒരു 5-6 മാസത്തോളമായെന്ന് എനിക്ക് തോന്നുന്നത് ഓർഡർ തന്നിട്ട്. അപ്പോൾ ആ കിറ്റ് ഷോർട്ടേജ് വന്ന ഇടയ്ക്ക് ആണ് ഓർഡർ തന്നത്. പിന്നെ കിറ്റ് കിട്ടാതെ വന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് നാളായില്ലേ കിറ്റ് തുടങ്ങിയിട്ട്. അപ്പോൾ കിറ്റ് തുടങ്ങിയ സമയത്ത് നമ്മളിപ്പോൾ ചെയ്യുന്ന മൂന്നാമത്തെ AVR ആണ്. ഇനി ഒരു 3 AVRകളോളം ബാലൻസ് ഉണ്ട്. അത് നമ്മുടെ കോട്ടയത്തുള്ള ജോൺസി ചേട്ടൻ്റെ, അതുപോലെ മലപ്പുറത്തുള്ള ജിനേഷ് ചേട്ടൻ്റെ, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കടുത്തുരുത്തിയുള്ള സന്തോഷ് ചേട്ടൻ്റെ. അപ്പോൾ അങ്ങനെ 3 പേരുടെയും കൂടെ AVR കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ AVRൻ്റെ ഓർഡർ, പിന്നെ പ്രേംശങ്കർ മൂവാറ്റുപുഴയിലുള്ള പ്രേംശങ്കറിൻ്റെ, അങ്ങനെ 4 AVR കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ AVRൻ്റെ കിറ്റുകളുടെ ഓർഡർ അനുസരിച്ചാണ് കിറ്റുകൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 3 കിറ്റ് എടുത്തായിരുന്നു, 3 കിറ്റ് ഉപയോഗിച്ചു. ഇനിയിപ്പോൾ അടുത്ത 3 കിറ്റിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 കിറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും അവരുടെയും കൂടെ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യം തന്നെ ഇതിൻ്റെ ഫ്രണ്ട് നോക്കാം. 6 ഇഞ്ച് ക്യാബിനിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞാണ് 6 ഇഞ്ച് ക്യാബിനിൽ ചെയ്തതെന്ന്. അപ്പോൾ 6 ഇഞ്ച് ക്യാബിനിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യാറുള്ള സെയിം ഡിസൈൻ തന്നെയാണ്. മാറ്റ് ഗ്ലോസി ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. നോബാണെങ്കിൽ 45 mm നോബാണ് നമ്മളിതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ നോക്കി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ലേബലിംഗ് കാണാം. നമ്മുടെ ലേബലിംഗ് അതിന് താഴെയായിട്ട് സബിൻ്റെ വോളിയം വരുന്നുണ്ട്. സാധാരണ നമ്മളിവിടെ എൻകോട്ടറാണ് കൊടുക്കാറ്. ഇതിൽ വ്യത്യസ്തമായിട്ട് നമ്മളിവിടെ സബ്ബാക്കി, അപ്പുറം എൻകോട്ടറാക്കി. അപ്പോൾ ഇവിടെ സബിൻ്റെ വോളിയം, പിന്നെ USB സോക്കറ്റ്, ഇവിടെ സെൻട്രൽ ഡിസ്പ്ലേയുടെ പോർഷൻ വരുന്നുണ്ട്. പിന്നെ 5.1 ഡിജിറ്റൽ ആംപ്ലിഫയർ എന്നുള്ള പ്രിൻറ്റിംഗ് ഉണ്ട്. ഡോൾബി ഓഡിയോ ഉണ്ട്, HDMI DTS HD ഉണ്ട്. പിന്നെ ഇതിൻ്റെ മോഡൽ നമ്പർ SW500 ആണ്. പിന്നെ വരുന്നത് എൻകോട്ടറാണ്. എൻകോട്ടറിൻ്റെ താഴെയായിട്ട് ഒരു പവർ ബട്ടൺ വന്നിട്ടുണ്ട്. ഇത്രയാണ് ഈ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ടിലെ വ്യൂ വരുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ വരുന്നത്. AC കോഡിൻ്റെ ഒരു പവർ സോക്കറ്റിൻ്റെ ഒരു പവർ കോഡിൻ്റെ ഒരു സോക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ സബിനും സെൻറ്റർ സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, FR ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ബനാന കണക്റ്റേഴ്സാണ് ഇതിന് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് ഒരു എക്സോസ്റ്റ് ഫാൻ ഉണ്ട്. പിന്നെ മേളിലായിട്ട് നമ്മുടെ USB കണക്റ്റേഴ്സ് കാര്യങ്ങൾ എല്ലാം വന്നിട്ടുണ്ട്. അക്രലിക് പാനലല്ല, മെറ്റൽ പാനലിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തേക്കുവാണ്. അക്രലിക് പാനൽ വെക്കേണ്ട കാര്യമില്ല. ഈ 6 ഇഞ്ച് ക്യാബിനിൽ ഈ ബനാന സോക്കറ്റിൻ്റെ കട്ടിങ് ഡയറക്റ്റ് വരുന്നുണ്ട്. ഈ ഹോൾ ഇച്ചിരി ഒന്ന് വലുതാക്കി കൊടുത്തേച്ചാൽ മാത്രം മതി. വലുതാക്കിയില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷേ വലുതാക്കുവാണെങ്കിൽ ഇച്ചിരി നല്ലതാണ്. കാരണം ഇതിൻ്റെ പ്ലാസ്റ്റിക് സ്പേസറിൻ്റെ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് കറക്റ്റായിട്ട് അകത്തേക്ക് ഇറങ്ങി നിന്നാൽ ബോഡി ആവാതിരിക്കും. ഇല്ലെങ്കിൽ ഇൻ കേസ് അങ്ങനെ ബോഡി ആയാൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ അടിച്ച് കിടക്കും, സിസ്റ്റം ഓൺ ആവില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം വരും. അപ്പോൾ ഇത് G-Tech ഓഡിയോസിൻ്റെ ക്യാബിനാണ്, 6 ഇഞ്ചിൻ്റെ ക്യാബിനറ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഇൻറ്റേർണൽ വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. ഹീറ്റ് സ്ലീവ് തീർന്നു പോയതിൻ്റെ കൊണ്ടാണ് ഹീറ്റ് സ്ലീവ് ഇടാതെ നമ്മൾ വയർ ഓപ്പൺ ആയിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം തന്നെ നമുക്ക് നോക്കാം. G-Techൻ്റെ DSP കിറ്റ് വന്നിട്ടുണ്ട്. കിറ്റാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 3 HDMI ഇൻപുട്ടും ഒരു HDMI ഔട്ട്പുട്ടും അല്ലെങ്കിൽ ഒരു ARC കണക്ടറും കൂടി കിട്ടുന്ന ഒപ്റ്റിക്കൽ കൊയാക്സിൽ വരുന്ന ആ ഒരു കാർഡാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചേക്കുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഓഡിയോ ഔട്ട്പുട്ട് തരുന്ന കാർഡാണ്. പിന്നെ അതിൻ്റെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് വേവ് ഓഡിയോസിൻ്റെ തന്നെ ഇവിടെ നമ്മൾ പ്രിൻറ്റിംഗ് ഉണ്ട്. സൗണ്ട് വേവ് ഓഡിയോസിൻ്റെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ 6 ചാനൽ സ്പീക്കർ പ്രൊട്ടക്ഷനാണ് നമ്മൾ ഇതിനകത്ത് എടുത്തേക്കുന്നത്. പിന്നെ 5 ചാനൽ ബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് വേവ് ഓഡിയോസിൻ്റെ തന്നെ 5 ചാനൽ ബോർഡാണ് ഇതിനകത്ത് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ NJW സീരീസ് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. NJW സീരീസിൻ്റെ ട്രാൻസിസ്റ്ററാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ എക്സ്ട്രീം 400 വാട്ടിൻ്റെ D-Tech ഓഡിയോസിൻ്റെ സബ് ബോർഡാണ് നമ്മൾ സബിന് വേണ്ടി എടുത്തേക്കുന്നത്. സബ് ബോർഡ് കുഴപ്പമില്ല, നല്ല പെർഫോമൻസ് ഉള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 5 എണ്ണത്തോളം ഉപയോഗിച്ചു. വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല വർക്കിംഗ് ആണ്, അടിപൊളി വർക്കിംഗ് ആണ്. പിന്നെ സബ് ഓഫർ ഫിൽറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സൗണ്ട് ഓഡിയോസിൻ്റെ തന്നെ സബ് ഓഫർ ഫിൽറ്ററാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചേക്കുന്നത്. അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു സൗണ്ട് ബേസ് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ട്രാൻസ്ഫോമറിലേക്ക് വയ്ക്കാൻ നമ്മുടെ തന്നെ ട്രാൻസ്ഫോമർ സൗണ്ട് ഓഡിയോസിൻ്റെ ഓൺ പ്രോഡക്റ്റാണ്. Type 16 4 ഇഞ്ച് ട്രാൻസ്ഫോമറാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചേക്കുന്നത്. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന വോൾട്ടേജുകൾ നോക്കിക്കഴിഞ്ഞാൽ 42 0 42
10 ആംപിയറും അതുപോലെ 25.025 10 ആംപിയറുമാണ് നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. പിന്നെ 12.012 2 ആംപിയറും 12.012 1 ആംപിയറും റാപ്പിംഗ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു 0.12 1 ആംപിയർ ഇതിനകത്ത് നമ്മൾ വെറുതെ ഇട്ടിട്ടുണ്ട്. പിന്നെ പവർ സപ്ലൈ സ്റ്റേജിലേക്ക് നോക്കിയാൽ 15000 MFD 63 വോൾട്ടിൻ്റെ 2 കപ്പാസിറ്ററുകൾ ഉപയോഗിച്ചിട്ട് 35 തവണ മെറ്റൽ ഡയോഡ് ഉപയോഗിച്ചാണ് നമ്മൾ സബ് വൂഫറിന് വേണ്ടി സപ്ലൈ എടുത്തിരിക്കുന്നത്. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 10000 MFD 63 വോൾട്ടിൻ്റെ 2 കപ്പാസിറ്ററും BR1010 മെറ്റൽ ഡയോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചാനലിന് വേണ്ടിയിട്ടും നമ്മൾ കണക്ഷൻ എടുത്തിരിക്കുന്നത്. പിന്നെ 2200 MFD 25 വോൾട്ടിൻ്റെ കപ്പാസിറ്ററും 1.5 ആംപിയറിൻ്റെ 2 ഡയോഡ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാഡിന് വേണ്ടി സപ്ലൈ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഇൻറ്റേർണലി വരുന്നത്. ഇതിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ 800 വാട്ട്സ് നമുക്ക് കിട്ടും. അതായത് പീക്ക് പറഞ്ഞാൽ നമുക്കൊരു 1000 വാട്ട് വരെ പീക്ക് പറയാം. പിന്നെ നമുക്ക് നോർമൽ ഹീറ്റ് ലോസും എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു 600 വാട്ട് മുതൽ നമുക്ക് പറയാം. അപ്പോൾ ഒരു ചാനൽ ഒരു 80 വാട്ട്സ് മുതൽ നമുക്ക് 100 വാട്ട്സ് വരെ കിട്ടും. മാക്സിമം 100 വാട്ട്സ് വരെയാണ് ഒരു ചാനലിൽ ഡെലിവറി ചെയ്യാനുള്ള ശേഷിയുള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള സിസ്റ്റങ്ങൾ വേണ്ടവരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഓർഡർ ഒന്നും എടുക്കണില്ല. വരുന്ന ഓർഡറുകളൊക്കെ പെൻഡിങ് പറയുവാണ്. കാരണം നമ്മുടെ ഒരുപാട് വർക്ക് തീരാണ്ട്. അപ്പോൾ എടുത്തേക്കണവരെയൊക്കെ തീർത്ത് കൊടുത്തിട്ട് അടുത്ത വർക്കുകൾ എടുക്കുന്നുള്ളൂ. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആരെങ്കിലും വേണമെങ്കിൽ അവരിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കാനും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക. അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ ഞാൻ എൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുള്ളവരുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന വഴി ടാറ്റാ ബൈ ബൈ.